പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 31-ാം തീയതി, നോമ്പുകാലത്തിലെ 30-ാം ദിവസം, മാർച്ച് മാസത്തിൻ്റെ അവസാന ദിവസം. നമുക്ക് ഈ ഒരു മാസം കർത്താവ് നൽകിയ നന്മകളെക്കുറിച്ചോർത്ത്, അനുഗ്രഹങ്ങളെക്കുറിച്ചോർത്ത് ഇന്ന് നന്ദി പറയാം. കർത്താവേ, ഈ ദിവസം മുഴുവനും അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഇന്ന് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ലൂക്കാ സുവിശേഷം 18-ാം അധ്യായം 24-ാം തിരുവചനം ഇന്ന് ധ്യാനിക്കാം. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം. ധനികനായ യുവാവിനെ നോക്കി കർത്താവ് അരുളി ചെയ്ത വാക്കുകൾ. സാധാരണ 2 തരം സമ്പന്നരെ കാണാറുണ്ട്. ആർക്കും ഒന്നും കൊടുക്കാതെയും മറ്റുള്ളവരെ പറ്റിച്ചും ദ്രോഹിച്ചും സമ്പത്ത് കുന്നുകൂട്ടുന്നവർ. ഇവരെ ദുഷ്ടരായ സമ്പന്നർ എന്ന് വിളിക്കാം. രണ്ടാമത്തെ കൂട്ടർ എല്ലാവരെയും സഹായിക്കുന്നവരും എല്ലാവരോടും കരുതലുള്ളവരുമാണ്. ഇവരെപ്പോലുള്ളവരാണ് ഒരു സമൂഹത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഇവരെ നന്മയുള്ള സമ്പന്നർ എന്ന് വിളിക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം ദൈവം തന്ന ദാനമാണെന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ, നന്മയുടെ വക്താക്കളായി മാറാൻ, പങ്കുവെപ്പിൻ്റെ ജീവിതം നയിക്കാൻ കൃപ തരണമേ എന്ന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.